ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഏകദേശം സരയുവിനെ ചാക്കിലാക്കി വെച്ചിരിക്കുകയാണ് മനോഹർ. പോകുന്നതിൻ്റെ കല്യാണം നടത്താനാണ് പോകുന്നതെന്നുള്ളതിൻ്റെ ഒരു സൂചന പോലും കൊടുക്കാതെ വലിയൊരു ബിസിനസ് മീറ്റിങ്ങിനാണ് പോകുന്നതെന്നും ഈ ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നില നന്നായിട്ട് മാറുന്നൊക്കെ സരയുവിനെ വിശ്വസിപ്പിക്കുകയാണ്. അതിനുശേഷം പ്രണയത്തോടു കൂടി അവളെ താഴേക്ക് കൂട്ടിക്കൊണ്ട് വരുന്ന സമയത്ത് രാഹുൽ പോകാനൊക്കെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം രാഹുലിനെയും കൂട്ടിക്കൊണ്ടാണല്ലോ മനോഹർ പോകുന്നത്. മനോഹർ അടുത്ത് വന്നപ്പോൾ തന്നെ സ്നേഹത്തോട് ചോദിക്കുന്നുണ്ട്, റെഡിയായോ അച്ഛാ? ആ, റെഡിയായി. രാഹുൽ ദേഷ്യത്തോടെയാണ് പറയുന്നത്. അപ്പോൾ സരയു പറയാണ്, ദേ മനുവേട്ടൻ്റെ നല്ല സ്വഭാവം കാരണമാണ് അച്ഛനെയും കൂട്ടി പോകുന്നത്. അത് കേട്ടുകൊണ്ടാണ് ഷാരി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ സരയു പറയുന്നുണ്ട്, അവിടെ ചെന്നിട്ട് മീറ്റിംഗ് കൊളാക്കരുത്, വട്ട് കാണിക്കരുത്. ഷാരി അപ്പം തന്നെ മനോഹറിനോട് പറയാണ്, എന്തിനാ മോനെ ഈ തലയ്ക്ക് സുഖമില്ലാത്ത ആളെയും കൊണ്ട് പോകുന്നത്? അത് കേട്ടതും മനോഹർ ഇടങ്ങണിട്ടിട്ടൊന്ന് രാഹുലിനെ നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അങ്ങനെ നിങ്ങൾ രണ്ടാൾക്കാരും അച്ഛനെ കൊച്ചാക്കരുത്. എന്തു പറഞ്ഞാലും വലിയൊരു ബിസിനസ് നടത്തിക്കൊണ്ട് പോയിരുന്ന ഒരാളാണ് അച്ഛൻ. ഒരു സമയത്ത് അച്ഛനായിരുന്നു സരയു കൺസ്ട്രക്ഷൻ്റെ നാടി. ഇപ്പോൾ തലയ്ക്ക് ചെറുതായിട്ടൊരു കുഴപ്പം പറ്റി. അതിൽ നിന്നൊക്കെ ചെറുതായിട്ട് അച്ഛനെ ഒന്ന് മുക്തനാക്കാനാ ഇപ്പോൾ കൂട്ടിക്കൊണ്ടു പോകുന്നത്. പുറത്തുനിന്ന് കുറച്ച് ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഒന്ന് റിലാക്സ് ആവും, ഇതിന് മാറ്റവും വരും. ഡോക്ടർ എന്ന് പറഞ്ഞത് അങ്ങനെയാണല്ലോ. അപ്പം ഷാരി പറയുന്നുണ്ട്, അവസാനം മോന് വള്ളിയാവരുതെന്നേ ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ. സരയും അത് തന്നെയാണ് പറയുന്നത്. അങ്ങനെയുള്ള എല്ലാ ഉറപ്പും വാങ്ങിക്കൊണ്ടാണ് ഞാൻ അച്ഛനെയും കൂട്ടി പോകുന്നത്, കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല. അപ്പം ഷാരി രാഹുലിനോട് പറയുന്നുണ്ട്, എപ്പോൾ കണ്ടാലും മോനെ വലിച്ചു കീറാൻ വേണ്ടി നിൽക്കുമായിരുന്നില്ലേ നിങ്ങൾ? എന്നിട്ടും അതൊന്നും പുറത്ത് കാണിക്കാതെ മോൻ നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോകുന്നതേ അവൻ്റെ മനസ്സിലെ നന്മയാ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം രാഹുൽ പറയാണ്, എല്ലാം മനസ്സിലാക്കുന്നുണ്ട്, ഒന്നും മനസ്സിലാവാത്തതേ നിങ്ങൾ അമ്മയ്ക്കും മോൾക്കുവാ. അത് കേട്ടതും സരയുന് നല്ലോണം ദേഷ്യം വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരാളെയും കൂട്ടിക്കൊണ്ട് മനുവേട്ടൻ എങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നത്? അവിടെ ചെന്നാൽ ഇതിൻ്റെയൊക്കെ നാണക്കേട് മനുവേട്ടനല്ലേ വരിക? അപ്പോൾ കൂളായിട്ട് മനോഹർ പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, അച്ഛൻ മലയാളത്തിലല്ലേ എന്തെങ്കിലും പറയുകയാണെങ്കിൽ തന്നെ പറയൂ, അവിടെ വരുന്നവർക്കൊന്നും മലയാളം അത്ര വശത്തല്ല. അപ്പം രാഹുൽ പറയാണ്, എനിക്ക് ഇംഗ്ലീഷും നല്ല വശമുണ്ടടാ, മനസ്സിലുള്ള ഇംഗ്ലീഷൊക്കെ അവിടെ തന്നെ അങ്ങ് വെച്ചാൽ മതി. മനോഹർ അർത്ഥം വെച്ചുകൊണ്ടാണ് രാഹുലിനോട് സംസാരിക്കുന്നത്. അപ്പോൾ സരയു വീണ്ടും രാഹുലിനെ വാൺ ചെയ്യുന്നുണ്ട്, മനുവേട്ടൻ അച്ഛന് വേണ്ടി ഇങ്ങനെ നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ മനുവേട്ടനെ നാണക്കേടുണ്ടാക്കുന്ന എന്തെങ്കിലും അച്ഛൻ ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അത് എനിക്ക് സഹിക്കില്ല, പറഞ്ഞേക്കാം. പക്ഷേ നല്ലൊരു കാര്യത്തിന് പോകുമ്പോൾ ഇതുപോലെ വഴക്കുണ്ടാക്കല്ലേ മോളൂ, മനോഹർ സരയുവിനോട് പറയാണ്. അതിനുശേഷം രാഹുലിനെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഷാരിക്കും സരയുവിനും നല്ല ടെൻഷനാണ് രാഹുലിനെയും കൊണ്ട് മനോഹർ പുറത്തേക്ക് പോകുമ്പോൾ. പുറത്ത് കാറിനടുത്ത് എത്തിയ സമയത്ത് മനോഹർ പറയുന്നുണ്ട്, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഇടയ്ക്ക് പരിസരം മറന്നു പോകുന്നുണ്ട്, പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നും പോകുന്നുണ്ട്, അത് ഇനി പാടില്ല ഏട്ടാ. അപ്പം രാഹുൽ പറയാണ്, എടാ ഇന്ന് നിന്റെ കല്യാണമാണെന്ന് നിന്റെ ഭാര്യയായി എൻ്റെ മോൾക്ക് അറിയില്ലല്ലോടാ. എങ്കിലേ താൻ പോയി തൻ്റെ മോളോട് പറ, അതിനുശേഷം എനിക്കും ചില കാര്യങ്ങളൊക്കെ അവളോട് പറയാനുണ്ട്. പിന്നെ കൂടുതലൊന്നും പറയാതെ രാഹുൽ വേഗം ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുകയാണ്. ആ സമയത്ത് മനോഹറിനോട് ചോദിക്കുന്നുണ്ട്, എടാ കല്യാണമല്ലേ, എന്നിട്ട് ഈ വേഷത്തിലാണോ പോകുന്നത്? അതിന് ഇവിടെയുള്ളവർക്ക് കല്യാണമാണെന്ന് അറിയില്ലല്ലോ, നമ്മൾ ബിസിനസ് മീറ്റിങ്ങിനല്ലേ പോകുന്നത്. ഡ്രസ്സൊക്കെ ഇനി കാറിനകത്തിരുന്ന് മാറ്റണം. എൻ്റെ കൂട്ടുകാരൻ സനൽ വഴി കാത്തു നിൽക്കുന്നുണ്ട്, അവൻ്റെ കാറിലാണ് എനിക്ക് മാറ്റാനുള്ള ഡ്രസ്സൊക്കെ ഉള്ളത്. അപ്പോൾ രാഹുൽ ചോദിക്കുകയാണ്, നിൻ്റെ കൂട്ടുകാരൻ ഇതുതന്നെയാണോ പണി, ഓരോ നാട്ടിലും ഓരോ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് പറ്റിക്കലേ? അപ്പോൾ മനോഹർ പറയാണ്, അവൻ എൻ്റെ അത്ര ഗ്ലാമറും അതുപോലെ തന്നെ സംസാരിക്കാനുള്ള കഴിവൊന്നും ഇല്ലാത്തത് കൊണ്ട് അവന് ഇടനിലക്കാരനായിട്ട് മീഡിയേറ്ററായിട്ട് മാത്രമേ നിൽക്കാറുള്ളൂ. ഞാൻ കൊടുക്കുന്ന വല്ല നക്കാപ്പിച്ചയും കൊണ്ട് ജീവിച്ചു പോകുന്നു. അപ്പോൾ രാഹുൽ വീണ്ടും സംശയത്തോട് ചോദിക്കുന്നുണ്ട്, ഇന്നവിടെ കല്യാണമൊക്കെ വിപുലമായിട്ടല്ലേടാ ഉണ്ടാവുക? അയ്യോ, നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ, എൻ്റെ മാമ മരിച്ചുപോയി, അതുകൊണ്ട് കല്യാണം വിപുലമായിട്ടില്ലാന്ന്. എൻ്റെ മാമൻ എന്ന് പറഞ്ഞാൽ നിങ്ങളല്ല കേട്ടോ, എൻ്റെ സ്വന്തം മാമൻ. അങ്ങനെയാണോ നിങ്ങളവിടെ പറയേണ്ടത്? അതിനുശേഷം അവരവിടുന്ന് കാർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ സമയത്ത് ഷാരി സരീനോട് പറയുന്നുണ്ട്, ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു, അങ്ങേരെ കൊണ്ട് പുറത്ത് പോയിട്ട് എനിക്ക് പേടിയാവുക, ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ കഴുത്തെങ്ങാനോ മറ്റോ പിടിച്ച് മുറുക്കിയാലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ സമയത്ത് സരീവും പറയുന്നുണ്ട്, അമ്മ ഇത് നേരത്തെ പറയണ്ടായിരുന്നു. എന്നിട്ട് വേഗം തന്നെ മനോഹറിനെ കോൾ ചെയ്യാണ്. ആ സമയത്ത് മനോഹർ രാഹുലിനോട് പറയുന്നുണ്ട്, ഇവളെന്തിനാ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന നാശം, നിങ്ങളുടെ മോളായി വിളിക്കുന്നേ. എന്നിട്ട് ഫോൺ എടുക്കുകയാണ്. ആ മോളൂ, അച്ഛനെ ശ്രദ്ധിക്കണേ മനുവേട്ടാ, നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഇപ്പോൾ കാറിലുള്ളൂ, കഴുത്തെങ്ങാനോ മറ്റോ പിടിച്ച് ഞെക്കിയാലോ, 1-2 പേരുടെ ആരോഗ്യമുണ്ടേ. ഏയ് ഒന്നും സംഭവിക്കില്ല, അച്ഛനിതാ എനിക്കൊപ്പം മാന്യമായിട്ടിരിക്കുന്നുണ്ട്, മനോഹർ പറയാണ്. അതിനുശേഷം സമാധാനത്തോടെയാണ് സരി കോള് കട്ട് ചെയ്യുന്നത്. അപ്പോൾ രാഹുലിനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ മോക്ക് ടെൻഷൻ, നിങ്ങൾ എൻ്റെ കഴുത്തോ മറ്റോ പിടിച്ച് ഞെക്കുമെന്ന്. അപ്പോൾ രാഹുലും പറയുന്നുണ്ട്, അതാ ഞാൻ ചെയ്യേണ്ടത്, പക്ഷേ നിവൃത്തിയില്ലാതായി പോയല്ലോ, മര്യാദയ്ക്ക് വണ്ടി ഓടിക്കടോ. മനോഹർ അയാളോട് തട്ടിക്കയറുകയാണ്. അവനെ പേടിയുള്ളത് കൊണ്ട് തന്നെ രാഹുൽ പിന്നെ ഒന്നും മിണ്ടാതെ വണ്ടി എടുക്കുന്നുമുണ്ട്. കിരൺ എന്തൊക്കെയോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കല്യാണി വന്നിട്ടുണ്ടായിരുന്നത്. അവൾ പറയുന്നുണ്ട്, മാഗ്നയുടെ അനിയത്തിയുടെ കല്യാണം ഇന്നാണ്, പയ്യൻ്റെ അമ്മാവനോ മറ്റോ മരിച്ചു പോയതുകൊണ്ട് കല്യാണം അത്ര വിപുലമായിട്ടൊന്നല്ലെന്നാണ് അവളുടെ അച്ഛൻ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓ, അദ്ദേഹം വിളിച്ചായിരുന്നോ? വിളിച്ചു, പക്ഷേ കല്യാണത്തിന് പോകാനൊന്നും പറഞ്ഞിട്ടില്ല.
അമ്മ രണ്ടാനമ്മയാണെങ്കിലും അച്ഛൻ സ്വന്തമാണല്ലോ, അതുകൊണ്ട് അതിൻ്റെ ഒരു സ്നേഹമൊക്കെ അദ്ദേഹത്തിന് അവളോടുണ്ട്. പറഞ്ഞിട്ട് എന്താ കാര്യം? സ്വന്തം അച്ഛനാണെങ്കിൽ മോളോട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത്? കിരണ തിരിച്ചു ചോദിക്കുകയാണ്. പ്രത്യേകിച്ചും ഭർത്താവ് നഷ്ടമായ ഒരു കുട്ടിയോട്. അപ്പം കല്യാണി പറയാണ്, എന്തായാലും കല്യാണത്തിന് പോകണമെന്നാ അവളുടെ ഒരു ആഗ്രഹം. എന്തിനാ കല്യാണി പോകുന്നത്? കിരൺ ദേഷ്യത്തോടെയാണ് ചോദിക്കുന്നത്. അവിടെ ചെന്ന് അവളുടെ ബന്ധുക്കൾ അവളെ ആട്ടിപ്പായിക്കില്ലേ? എങ്കിലും ദൂരെ നിന്നെങ്കിലും കല്യാണം കാണാലോ കിരണേട്ടാ. അങ്ങനെ റിസ്ക് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ലെന്ന എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് മേഘ്നയെ നന്നായിട്ട് അറിയാലോ. അവൾ അവരുടെ സ്വത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല അവരെ സ്നേഹിക്കുന്നത്. പക്ഷേ അവളുടെ രണ്ടാനമ്മയും അനിയത്തിയും അങ്ങനെയാണ് കരുതുന്നത്. അങ്ങനെ ചിന്തിക്കുന്നവരുടെ ഇടയിലേക്ക് പോവാത്തതല്ലേ നല്ലത്? സ്വന്തം ചേച്ചിയെ കരയിച്ചിട്ട് അനിയത്തിക്ക് കിട്ടുന്ന ഈ ജീവിതം ഉണ്ടല്ലോ, അതൊരിക്കലും നന്നാവത്തില്ല. എന്തിനാ കിരണേട്ട അങ്ങനെയൊക്കെ പറയുന്നത്? കല്യാണി ചോദിക്കുകയാണ്. പറയുന്നത് കൊണ്ട് എന്താ കുഴപ്പം? അവൾമാർക്കൊക്കെ ജീവിതാനുഭവം കുറവാ. അപ്പോൾ അവളുമാരൊക്കെ പഠിക്കണം. കിരണ് ദേഷ്യമായിരുന്നു. മനസ്സിനകത്ത് നന്മയില്ലാത്ത ആണിനും പെണ്ണിനും ഒന്നും നല്ല ജീവിതം കിട്ടില്ല കല്യാണി. പുറമേ ആൾക്കാരുടെ മുന്നിൽ നന്നായിട്ട് ജീവിക്കാം, പക്ഷേ നാൾക്ക് നാൾ കഴിയും തോറും തോൽവിയിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടേക്ക് കോഫിയുമായിട്ട് മേഘ്ന വരുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ കിരണിനോട് കല്യാണി പറയാണ്, അവൾ വരുന്നുണ്ട്, ഇനി അങ്ങനെയൊന്നും പറയരുത്. അപ്പോൾ അവർ രണ്ടുപേർക്കും കോഫി കൊടുത്തതിന് ശേഷം കല്യാണി പറയുന്നുണ്ട്, കല്യാണത്തിന് പോകണ്ടെന്നാണ് കിരണേട്ടൻ പറയുന്നത്. അപ്പോൾ കിരൺ പറയാണ്, ഞാൻ എൻ്റെ അഭിപ്രായം മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവർ മേഘ്നയെ ആട്ടിപ്പായിച്ചാൽ മേഘ്നയ്ക്ക് അത് സഹിക്കാൻ പറ്റുമോ? അപ്പം മേഘ്ന പറയുന്നുണ്ട്, അതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണല്ലോ സാറേ ഞാൻ പോകുന്നത്. അപ്പം കിരൺ പറയാണ്, ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അവനവിടെ നിന്ന് പോവാണ്. അപ്പം കല്യാണി സമാധാനിപ്പിക്കുന്നുണ്ട്, വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് പോവാം, കിരണ്ടൻ പറയുന്നു കാര്യമാക്കണ്ട, നമുക്ക് ദൂരെ നിന്നെങ്കിലും കാണാലോ. അപ്പം മേഘ്ന പറയുന്നുണ്ട്, ചേച്ചി എൻ്റെ കൂടെ വരണമെന്നില്ല, അവിടെ പോയി വന്നു കഴിഞ്ഞാൽ ചേച്ചി അവർ വേണ്ടാത്തതൊക്കെ പറയും, ഞാൻ പോയിട്ട് വന്നോളാം. അപ്പം കല്യാണി പറയുന്നുണ്ട്, അതങ്ങനെ ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിടില്ല, അവിടെ എന്താ സംഭവിക്കുന്നതെന്നും എനിക്കും അറിയാൻ വേണം, അതുകൊണ്ട് ഞാൻ എന്തായാലും നിൻ്റെ കൂടെ വരും, നമുക്ക് പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണി അവളെ ആശ്വസിപ്പിക്കുകയാണ്. മേഘ്ന അവിടുന്ന് പോകുന്ന സമയത്ത് കല്യാണി ചിന്തിക്കുന്നുണ്ട്, അയലത്ത് വന്നിട്ട് നിഷയുടെ അമ്മയും അച്ഛനൊക്കെ കല്യാണം വിളിച്ചതാണ്, ഇനി അവിടുന്ന് ആരെങ്കിലുമൊക്കെ ഉണ്ടാവോ എന്തോ. മനോഹറിൻ്റെ കൂട്ടുകാരൻ സനലും രണ്ട് പയ്യന്മാരും വെയിറ്റ് ചെയ്യാണ് മനോഹർ വരുന്നത്. അപ്പം അവർ ചോദിക്കുന്നുണ്ട്, ഇനി ഒരുപാട് സമയം എടുക്കുമോ, പെട്ടെന്ന് വരില്ല എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മനോഹർ കൂലിക്ക് വെച്ച ആൾക്കാരാണ്, എൻ്റെ ബന്ധുക്കളും കൂട്ടുകാരൊക്കെ ആയിട്ട് വെച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ 2000 രൂപ വെച്ചിട്ടൊക്കെയാണ് അവർക്ക് പണം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലൊരുത്തൻ ചോദിക്കുന്നുണ്ട്, പെണ്ണും ചക്കനും വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോയിക്കൂടെ കല്യാണം കഴിഞ്ഞിട്ട്? അപ്പോൾ സനൽ പറയാണ്, അവർ വീട്ടിനകത്തേക്ക് കയറുന്നവരെയോ നിങ്ങൾ കാത്തു നിൽക്കണമെന്നില്ല, കല്യാണം കഴിഞ്ഞ് അവർ കാർ കയറിയാൽ തന്നെ നിങ്ങൾക്ക് പോവാം, പക്ഷേ അതിനിടയിൽ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കരുത്. അപ്പോഴേക്കും മനോഹറും രാഹുലും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവിടെ എത്തിയ സമയത്ത് രാഹുൽ പറയാണ്, അതാ നിൻ്റെ കൂട്ടുകാരൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ആ എൻ്റെ കൂട്ടുകാരനും എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെയുള്ള കൂടപ്പിറപ്പും എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മനോഹർ കളിയാക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ ഒരു കാര്യം പറയാം, അവിടെ എൻ്റെ പേര് മനോഹർ എന്നല്ല റോഹൻ എന്നാണ്, ആ പേര് ഓർത്ത് വെച്ചോണം. അതുപോലെ തന്നെ എപ്പോഴും ഹാപ്പി ആയിട്ട് എന്നെക്കുറിച്ച് നന്നായിട്ട് പുകഴ്ത്തിയൊക്കെ പറഞ്ഞോണം. രാഹുൽ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ പേരൊക്കെ എവിടുന്ന് കിട്ടുന്നടാ? ശരിക്കും നിൻ്റെ പേര് മൂന്നാർ മുരുകൻ എന്നല്ലേ? ദേ ആ പേര് ആരോടും പറഞ്ഞു പോകരുത്. മനോഹർ ദേഷ്യത്തോടെ രാഹുലിനോട് തട്ടിക്കയറുകയാണ്. അതെൻ്റെ അച്ഛനും അമ്മയ്ക്കും പറ്റിയൊരു അബദ്ധ ആ പേര്, മനോഹർ പറയാണ്. അപ്പോൾ രാഹുലും പറയുന്നുണ്ട്, അല്ലെങ്കിലും മുരുകൻ എന്നൊക്കെയുള്ള പേര് ദൈവത്തിൻ്റെ പേരാ, അതൊന്നും നിന്നെപ്പോലുള്ളവനെ വിളിക്കാനേ പാടില്ല. രണ്ട് പയ്യന്മാരെ കൂടെ നിൽക്കുന്ന സനലിനെ കണ്ടപ്പം മനോഹർ പോയിട്ട് ചോദിക്കുന്നുണ്ട്, എടാ കുറച്ച് പേരെ കൂടെ എടുത്തുകൂടായിരുന്നോ? നിൻ്റെ മാമൻ മരിച്ചുപോയി എന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഇത്രക്കുള്ള ആർഭാടമൊക്കെ മതി. അപ്പോൾ പെണ്ണുങ്ങളാരും ഇല്ലേ? മനോഹർ ചോദിക്കാണ്. പെണ്ണുങ്ങളെയൊക്കെ വീട്ടിൽ നിർത്തിയിരിക്കുക, 2-3 പേരുണ്ട്. പിന്നെ നിൻ്റെ മാമൻ മരിച്ചു പോയ സ്ഥിതിക്ക് പെണ്ണുങ്ങളെയൊക്കെ ശരിക്കും ആവശ്യമുണ്ടോ? അത് കഴിഞ്ഞ് രാഹുലിനെ നോക്കിയിട്ട് സനൽ ചോദിക്കുകയാണ്, അല്ല ഇദ്ദേഹത്തെ എങ്ങനെ സംഘടിപ്പിച്ചു? അതൊക്കെ സംഘടിപ്പിച്ചു, പിന്നെ അവിടെ വന്നിട്ട് അഭിനയിച്ച് തകർക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും പാളിച്ച വന്നാൽ എല്ലാം പാളും. എനിക്ക് മാത്രമല്ല ഇങ്ങേർക്കും. മനോഹർ കളിയാക്കിച്ചിരിക്കുകയാണ്. അപ്പോൾ സനലും പറയുന്നുണ്ട്, സാറേ ഒന്നും തോന്നരുത്, ജീവിക്കാൻ വേറെ മാർഗ്ഗമില്ല, അതുകൊണ്ടാ. രാഹുൽ പറയാണ്, ജീവിക്കാൻ വേറെ മാർഗ്ഗമില്ലെന്ന് കരുതി ഇങ്ങനെയൊക്കെയാണോടാ ജീവിക്കുന്നത്? ഇതാണ് ഞങ്ങളുടെ വരുമാന മാർഗം അല്ലയോടാ? മനോഹർ കളിയാക്കിച്ചിരിക്കുകയാണ്. സനലും അത് അംഗീകരിക്കുന്നുണ്ട്. ഓരോരുത്തർക്ക് ഓരോ തൊഴിൽ പറഞ്ഞിട്ടുണ്ട്, ഇവന് പറഞ്ഞിരിക്കുന്ന തൊഴിലേ ഇതാ. അപ്പോൾ രാഹുൽ പറയാണ്, എന്നാലും ഇത്രയും കാലം നീയൊക്കെ എങ്ങനെയാണ് പിടികൂടാതെ തല്ലുകൊള്ളാതെ രക്ഷപ്പെട്ടതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. തന്നെപ്പോലുള്ള മണ്ടന്മാരുള്ളിടത്തോളം തല്ല് ഞങ്ങളുടെ 7 അയലത്ത് കൂടെ പോവില്ല അല്ലേടാ? മനോഹർ സനലിനോട് ചോദിക്കുകയാണ്. അങ്ങനെ 2 കാറിലായിട്ട് എല്ലാവരും കൂടെ കയറിയിട്ട് കല്യാണ മണ്ഡപത്തിലേക്ക് പോവുകയാണ്. അതേസമയം നിഷയുടെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവളുടെ അമ്മയാണെങ്കിൽ തള്ളിന് ഒരു കുറവുമില്ല. കൂട്ടുകാരികളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, ഞാൻ പറഞ്ഞില്ലേ പയ്യനാണെങ്കിൽ വളരെ നല്ലൊരു പയ്യനാ, എൻ്റെ മോളെ ആണെങ്കിൽ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെയുള്ളപ്പോൾ ആൾ കൂടിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ കല്യാണം മാറ്റി വെക്കാൻ പറ്റുമോ? അവരാണെങ്കിൽ അമേരിക്കയിലാണല്ലോ ബിസിനസ്സൊക്കെ, അതുകൊണ്ട് ലീവൊന്നും ഒരുപാട് കിട്ടില്ലല്ലോ. അപ്പോൾ വന്നവളിൽ ഒരാൾ പറയുന്നുണ്ട്, മൂത്ത മോളോ അങ്ങനെ അവളുടെ പാട്ടിന് പോയി, പിന്നെ ഇവളുടെ കല്യാണമെങ്കിലും നമ്മുടെ ബന്ധുക്കളെയൊക്കെ വിളിച്ച് ഘോഷമായിട്ട് നടത്താൻ പറ്റുമെന്നാണ് കരുതിയത്. അപ്പം നിഷ പറയാണ്, റിസപ്ഷൻ നടത്തുന്നുണ്ട്, അതോടെ എല്ലാവരുടെ പരാതിയും തീരും. അപ്പം അവർ ചോദിക്കുകയാണ്, അല്ല മേഘ്ന വരുമോ മറ്റോ ചെയ്യുമോ? അതാണ് എൻ്റെ പേടി.
നിഷയുടെ അമ്മ പറയാണ്. അപ്പം നിഷയും പറയുന്നുണ്ട്, വരുവാണെങ്കിൽ അവളെ ഈ പരിസരത്ത് അടുപ്പിക്കരുത്. അവളെ ഞങ്ങൾ എത്ര പ്രാവശ്യം താക്കീത് ചെയ്തതാണെന്നോ വരരുതെന്ന് പറഞ്ഞിട്ട്. അന്ന് മോതിരടിയിലും അവൾ കയറി വന്നു. അവളുടെ ബന്ധം അറിഞ്ഞു കഴിഞ്ഞാൽ, ചരിത്രം അറിഞ്ഞു കഴിഞ്ഞാൽ പയ്യനും വീട്ടുകാരും ഒഴിവാക്കി പോകുന്നു കരുതിയിട്ട് വന്നതായിരിക്കും. ഇനി അവളെങ്ങാനും വരുമോ? എന്ത് ചെയ്യാനാ? എന്തെങ്കിലും ഒരു കുടുംബത്തിലും നല്ല കാര്യം നടക്കുമ്പോൾ കരിവാരിത്തേക്കാൻ ഇതുപോലെ ഓരോന്നും ഉണ്ടാവും. എന്തായാലും ഇവിടെ അവളുടെ സാന്നിധ്യം വേണ്ട. ഇവിടെ ഒരാളുണ്ട്, ഇവളുടെ അച്ഛൻ. അങ്ങേർക്ക് ഭയങ്കര വിഷമമാണ് അവൾ വരാത്തതിൽ. അത് പിന്നെ സ്വന്തം മോളല്ലേ, അങ്ങേർക്ക് വിഷമം കാണുമല്ലോ. അവർ പറയാണ്. അപ്പം ഈ സ്വന്തം മോളാ അങ്ങേരുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് പോയത്. ആ സമയത്തെ എനിക്ക് ഇങ്ങനെ ഒരു മോളില്ലെന്ന് ആദ്യം പറഞ്ഞത് അങ്ങേരാ. പിന്നെ ഇപ്പം എന്തിനാ ഇങ്ങനെ സ്നേഹിക്കുന്നത്? അവളുടെ അച്ഛനെയും എന്നെയും എൻ്റെ മോളെയൊക്കെ ഒരുപാട് കരയിച്ചു അവൾ. അതുകൊണ്ടാ ഇപ്പോൾ അതിനേക്കാളും കൂടുതൽ അവൾക്ക് കരയേണ്ടി വന്നത്. അപ്പോഴേക്കും നിഷയുടെ അച്ഛൻ അങ്ങോട്ടേക്ക് സന്തോഷത്തോടെ വരികയാണ്. ചെറുക്കനും കൂട്ടരും വരാറായി. ഇവിടുത്തെ കാര്യങ്ങളൊന്നും കഴിഞ്ഞില്ലേ? എല്ലാം കഴിഞ്ഞു. പയ്യനെ ബൊക്കയും മാലയും ഇട്ട് സ്വീകരിച്ചാൽ മതി, അപ്പോഴേക്കും ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്താം. അപ്പോൾ അയാൾ സന്തോഷത്തോടെ പോവുകയാണ്. അപ്പം മേക്കപ്പ് ചെയ്ത പെണ്ണുങ്ങൾ ചോദിക്കുന്നുണ്ട്, കല്യാണം കഴിഞ്ഞ ഉടനെ അമേരിക്കയിലേക്ക് പോവോ മോളെ? ഒന്നും അറിയില്ല, ഒക്കെ റോഹിയേട്ടൻ പറയുന്നത് പോലെ. നിഷ സന്തോഷത്തോടെ പറയാണ്. അപ്പം നിഷയുടെ അമ്മ തള്ളുന്നുണ്ട്, കേട്ടോ മോളെ, ഒരുപാട് രാജ്യങ്ങളിൽ ബിസിനസ്സുകളൊക്കെ ഒരുപാടുണ്ട്. അതുകൊണ്ട് പല രാജ്യങ്ങളിലും ഹണിമൂൺ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓരോരോ ഭാഗ്യേ തലയിലെഴുത്താ. അതൊക്കെ കേട്ടപ്പോൾ നിഷയ്ക്ക് ഒത്തിരി സന്തോഷമാവുകയാണ്. അപ്പോഴേക്കും മനോഹറും കൂട്ടരും സഞ്ചരിച്ച വണ്ടി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. മനോഹർ രാഹുലിനോട് ചോദിക്കുകയാണ്, എൻ്റെ മാറിയ വേഷം കുഴപ്പമില്ലല്ലോ, പുതുമണവളനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, എങ്ങനെ മോശാവാനാ, നിനക്കിത് നന്നായിട്ട് അറിയാലോ, എത്രയോ വേഷങ്ങൾ ഇതുപോലെ മാറിയതാ. അപ്പം മനോഹർ പറയുന്നുണ്ട്, അതെ, 999 പടത്തിൽ അഭിനയിക്കുന്നവനും 1000 പടത്തിൽ അഭിനയിക്കുമ്പോൾ ആദ്യമായിട്ട് അഭിനയിച്ചതുപോലെ തോന്നൂ. അതാണ് ഒരു നടൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ എനിക്ക് എല്ലാ കല്യാണവും പുതുമയുള്ള കല്യാണം, ആദ്യത്തെ കല്യാണം പോലെ തന്നെ, കേട്ടല്ലോ. അപ്പോഴേക്കും നിഷയുടെ അച്ഛനും ബന്ധുക്കളൊക്കെ മനോഹറിനെ സ്വീകരിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പം രാഹുലിനോട് മനോഹർ പറയാണ്, മൈ ഡിയർ അമ്മായിയച്ചാ, അതാ എൻ്റെ വരാൻ വേണ്ടി പോകുന്ന അടുത്ത അമ്മായിയച്ഛൻ. ആ അമ്മായിയച്ഛനോട് എന്തൊക്കെ പറയണമെന്നറിയാലോ? പറയാതെ നിവൃത്തിയില്ലല്ലോടാ ദുഷ്ടാ, രാഹുൽ പറയുന്നുണ്ട്. അപ്പം മനോഹർ ചിരിക്കുകയാണ്. എന്നേക്കാളും വലിയൊരു ദുഷ്ടൻ എന്നെ ദുഷ്ടാന്ന് വിളിച്ചതേ എനിക്ക് കോമഡി ആയിട്ടാണ് തോന്നുന്നത്. പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ നോക്കിക്കൊണ്ട് മനോഹർ പറയാണ്, ആർഭാടൊന്നും ഇല്ലെങ്കിലും ബൊക്കയും മാലയൊക്കെ ഉണ്ടല്ലോ, ഇറങ്ങടോ ഇറങ്ങ്, രാഹുലിനോട് പറഞ്ഞ ശേഷം രണ്ടുപേരും കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. രാഹുലും മനോഹറും കൂടെ ഒന്നിച്ചകത്തേക്ക് വരുന്ന സമയത്ത് ശിവദാസൻ ചോദിക്കുന്നുണ്ട്, എടോ രാഹുലേ, താൻ ചെറുക്കൻ കൂട്ടരുടെ കൂടെ കൂടിയോ? അപ്പോൾ രാഹുലും ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ പറയാണ്, മനുവാണ് തൻ്റെ മോളെ കെട്ടുന്നതെന്ന് ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. അത് കേട്ടത് ശരിക്കും മനോഹർ ഞെട്ടിയിട്ട് രാഹുലിനെ നോക്കുകയാണ്. കാരണം മനോഹർ എന്നുള്ള പേരല്ലല്ലോ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, റോഹൻ എന്നാണല്ലോ. അപ്പോൾ ശിവദാസനും ഭാര്യയൊക്കെ ഇങ്ങനെ അത്ഭുതത്തോടെ പരസ്പരം മുഖത്തോടെ നോക്കുകയാണ്, മനു എന്നാണോ പേര് ഉള്ള അർത്ഥത്തിൽ. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.